സുഹൃത്തുക്കളെ, ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചു. നബി തങ്ങൾ 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചു. അതെങ്ങനെ മുസ്ലിയാരെ നിങ്ങൾ പറയാ? അത് ഖുർആനാണ് അതിന് തെളിവ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വസാബിഖൂനൽ അവലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഅഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹു. സഹാബത്തിനെ പിന്തുടർന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. ആ സഹാബത്ത് ഒന്നടങ്കം 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചത് സഹീഹായ ഹദീസിലുണ്ട്. അവരൊരിക്കലും റസൂലുള്ളാഹിക്കെതിരെ ചെയ്യുന്നവരാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഖുർആനാണ് പറഞ്ഞത്, സഹാബത്തിനെ പിന്തുടർന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു. അപ്പോൾ അവരൊരിക്കലും ദീനിനെതിരെ ചെയ്യൂല എന്ന് ഖുർആൻ സാക്ഷിയാണ്. സുബ്ഹാനല്ലാഹ്, വേറെയും ധാരാളം ആയത്തുകളുണ്ട്, ഞാൻ ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മാത്രമേ റമദാനിൽ തറാവീഹ് ഒന്നിച്ച് നിസ്കരിച്ചിട്ടുള്ളൂ. ശേഷം നബി തങ്ങൾ പറഞ്ഞ്, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളൂ എന്നാണ്. അത് ബുഖാരിയിലെ ഹദീസിലുണ്ട്. പക്ഷേ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും തറാവീഹ് അതാ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു. എന്തേ കാരണം നിങ്ങൾ ചിന്തിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പുനഃസംഘടിപ്പിച്ചു എന്നതാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 30 ദിവസവും തറാവീഹ് ഒന്നിച്ച് നിസ്കരിച്ചത് ഒരു ഹദീസിലുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും അത് ചെയ്തിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലത്തും അത് ചെയ്തിട്ടില്ല. പിന്നീടാണ് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പാക്കുന്നത്. അത് നടപ്പാക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത റൂമിലുണ്ട്. ഇവിടെ 20 റകഅത്ത് തറാവീഹിന്റെ വിവരം ആയിഷ ബീവി കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 20 ഇല്ലെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. കാരണം ആയിഷ ബീവിക്ക് അറിയാം അത് 20 ഉണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ നിലക്ക് എല്ലാ സഹാബത്തും 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചു. നിസ്കാരത്തിന്റെ എണ്ണം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നു, ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിച്ചു. ഇത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാളൊരു നോട്ടീസ് ഇറക്കിയാൽ മുജാഹിദിന്റെ പള്ളിയിലെ തറാവീഹ് നിർത്തണ്ടേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് ആദ്യകാലത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കൊല്ലം കഴിയുന്നതിനനുസരിച്ച് പുതിയ മതം ഉണ്ടാവുമോ എന്ന് ചോദിച്ചൊരു നോട്ടീസ് ഇറക്കിയാൽ ആ തറാവീഹ് നിർത്തണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 30 ദിവസവും തറാവീഹ് പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചൊരു നോട്ടീസ് ഇറക്കിയാൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ തറാവീഹ് നിർത്തിവെക്കണ്ടേ? പക്ഷേ മുസ്ലിമീങ്ങൾ നിർത്തൂല കേട്ടോ. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്നത് അറിയുന്നത് പണ്ഡിതന്മാർക്കാണ്. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച് ഖുർആൻ അംഗീകരിക്കണേ, റസൂലുള്ളാഹിനെ അനുസരിക്കണേ. വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ പണ്ഡിതന്മാരെ അനുസരിക്കണേ. ആ പണ്ഡിതന്മാരാണ് ഇമാമീങ്ങൾ എന്ന് പറയുന്നത്. ആ ഇമാമീങ്ങൾ പഠിപ്പിച്ചത് എന്താണോ അതാണ് ഇസ്ലാം. അവരാണ് ഇതൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തന്നതും നടപ്പാക്കി തന്നതും. അത് ഒരാൾ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ നിർത്താനുള്ളതല്ല. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. അപ്പൊ പിന്നെന്തേനു? ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണേറ്റെടുത്ത ഉടനെ തന്നെ പരിപാടി നടത്താഞ്ഞേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ ആ പരിപാടി നടത്താഞ്ഞേ? അതിന് ഇമാമികൾ കാരണം പറയാണ്. അതിനേക്കാൾ വലിയ സംഗതികൾ അന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ടായിരുന്നു. അത് നടപ്പാക്കുന്ന തിരക്കിൽ ഇത് പിന്നീടായതാണ്. സംഗതി നേരത്തെ അതിന് നിയമം ഇല്ലാഞ്ഞിട്ടല്ല. സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ജുമഅക്ക് 2 പങ്ക് നടപ്പാക്കിയെന്ന് ബുഖാരിയിലുണ്ട്. അത് സ്ഥിരപ്പെട്ടു എന്നും ബുഖാരിയിലുണ്ട്. പക്ഷേ അതിന്റെ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പാക്കാഞ്ഞേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമയത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ഇതുപോലെ ഇമാമികൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നബി തങ്ങൾ മദ്രസ നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ഉണ്ട് എന്ന് ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു.
എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നബി തങ്ങൾ ഇൽമു പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. ഇൽമു പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഇന്നത്തെ ഈ രൂപത്തിലുള്ള സിലബസും അതുപോലെ തന്നെ ടൈം ടേബിളും പരീക്ഷയും മദ്രസയും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. ഇൽമു പഠിപ്പിക്കുക എന്നത് അന്നുമുണ്ട്, എന്നുമുണ്ട്. ആ ഇൽമു പഠിപ്പിക്കാൻ ഒരു കൃത്യമായ രൂപരേഖ ഉണ്ടാക്കിയതാണ് മദ്രസ. ഇതുപോലെ പറയട്ടെ, നബിതങ്ങൾ ജനിച്ചതിൽ സഹാബത്ത് സന്തോഷിച്ചിട്ടില്ലേ? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഖുർആനല്ലേ പറഞ്ഞത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ആ റഹ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അത് സഹാബത്ത് ചെയ്തതാണ്. ഇതുപോലെ സഹാബത്തിന്റെ പണി എന്തായിരുന്നു? എപ്പോഴും സഹാബത്തിന്റെ പണി എന്തായിരുന്നു? എവിടെ ഇരുന്നാലും അവരിങ്ങനെ ഹദീസ് പറയും. നമ്മൾ മൗലൂദിന് ഇരുന്നാൽ ആ ഒരു ഹദീസ് വായിക്കുക. സഹാബത്ത് അങ്ങനല്ല, എവിടെ ഇരുന്നാലും ഒരു ഹദീസ് പറയലാ. നബിതങ്ങളുടെ ഒരു ചരിത്രം, അല്ലെ നബിതങ്ങളുടെ ജന്മസമയത്തുള്ള ഒരു ചരിത്രം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പറയലല്ലേ സഹാബത്തിന്റെ പതിവ്. അപ്പൊ അവരെപ്പോഴും മൗലിദ് ഓതിയവരാണ്. വെറും റബീഉൽ അവ്വലിൽ മാത്രമല്ല, 12-ന് മാത്രമല്ല, പ്രത്യേക ഒരു സമയത്ത് മാത്രമല്ല, അവർക്ക് പണി തന്നെ അതായിരുന്നു. എപ്പോഴും റസൂലുള്ളാഹിനെ പറ്റി പറയലാണ്. നമ്മൾ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ മുൻഗാമികളായ ഇമാമികൾ എന്ത് പറഞ്ഞു? എന്നാൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും, നബികൾ ജനിച്ച മാസത്തിലെങ്കിലും നിങ്ങൾ നബിതങ്ങളുടെ മദ്ഹ് പറയുക, പാടുക. അതും വേണ്ടെന്ന് പറഞ്ഞാലോ അവനും ഇസ്ലാമിന്റെ പിന്നെ എന്ത് ബന്ധാണ്? അതും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമും അവനും തമ്മിൽ എന്ത് ബന്ധാണ്? അതുകൊണ്ട് ഇതൊന്നും ഞാൻ എന്റെ വകയിൽ പറയല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുപോലെ ഇമാം സഹാബി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഇമാം സുയൂത്തി പറഞ്ഞതാണ്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അബൂ ശാമ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുപോലെ തുടങ്ങിയ അസംഖ്യം പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഞാൻ എന്റെ വകയിൽ പറയുകയല്ല, ഇമാമിങ്ങൾ അങ്ങനെയാണ് വിശദീകരിച്ചത്. അതുകൊണ്ട് നബിദിന പരിപാടികൾ ജോറായിട്ട് നടക്കണം.